ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലേ ആണ്. അതിനുവേണ്ടി ഫെവിക്കോൾ വേണം, പിന്നെ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പിന്നെ വിനാഗിരി, പെയിൻറ്റ്, വൈറ്റ് കളറുള്ള പെയിൻറ്റ്, പിന്നെ കുറച്ച് കളറില്ലാത്ത, അതായത് മഞ്ഞ കളറൊന്നും ഇല്ലാത്ത ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഫെവിക്കോൾ ഇതിന് വേണ്ടി നമ്മൾ 100 ഗ്രാമാണ്, 100 ഗ്രാമിൻ്റെ ഫെവിക്കോളിൻ്റെ ബോട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കണേ. അപ്പോൾ സെയിം എമൗണ്ട് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് ആണ്, ഒരേ എമൗണ്ട് ആയിരിക്കണം ഫെവിക്കോളും കോൺഫ്ലോറും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫെവിക്കോള് സെയിം എമൗണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കുക. ആവശ്യമില്ലാത്ത പാനായിരിക്കണം, കാരണം അത് നമുക്ക് പിന്നീട് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ 100 ഗ്രാം തന്നെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പാക്കറ്റിൽ തന്നെ 100 ഗ്രാം നോക്കി മേടിച്ചാൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനീഗറും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കുക. കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് പെയിൻറ്റ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കളർ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് കളറാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് കളറായിരിക്കും. ഇപ്പോൾ വേറെ കളറൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈറ്റ് കളറിൽ പിടിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും ക്ലേ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വൈറ്റ് കളറും കൂടി അതിലിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എല്ലാം ഒരു കട്ടയൊന്നും വരാത്ത രീതിയിൽ, അതായത് കോൺഫ്ലോറൊക്കെ കട്ടയിട്ട് അവിടെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ടാവും, അതെല്ലാം മിക്സ് ചെയ്യണം. അതെല്ലാം പൊടിയാക്കണം. പൊടിയാക്കി അത് നല്ലൊരു ലിക്വിഡ് പരുവത്തിലാകും. ലിക്വിഡ് പരുവല്ല, കുറച്ച് കൺസിസ്റ്റൻസിയിൽ അത് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ആഡ് ചെയ്തത്, കുറച്ച് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അധികം ചൂട് എൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പാൻ എന്ന് പറയുന്നത് ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് പാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി എനിക്ക്. കുറച്ചധികം നേരം ഞാൻ കുക്ക് ചെയ്ത് പോയി, അപ്പോൾ അടിയിൽ പിടിക്കുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാനിൽ നിന്ന് വിട്ട് പറഞ്ഞ രീതിയിൽ വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ അധികം നേരം അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അധികം നോൺ സ്റ്റിക്ക് പാനും അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ലാണ്ടാണ് ക്ലേ കിട്ടിയത്. പക്ഷെ കുറച്ച് ഡ്രൈ ആയിപ്പോയിന്നേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് കോൺഫ്ലോറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ കുറച്ചും കൂടി ലൂസി കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ കുറച്ച് കോൺഫ്ലോർ നിലത്തിങ്ങനെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആവണം. പക്ഷെ എൻ്റെ സോഫ്റ്റ് ആയില്ല, കാരണം അടി പിടിച്ചതും കൂടി ഞാൻ എടുത്ത് കുഴച്ചു. അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഡ്രൈ ആയിട്ട് വിണ്ട് പോയിരുന്നു. അത് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വേഗം കുഴച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കണം. അതിന് മുൻപ് നമ്മൾ കുറച്ച് ബോഡി ലോഷനോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ കയ്യിലാക്കിയിട്ട് ചുറ്റും ഫുള്ളായിട്ട് അത് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ പുറത്തുനിന്നുള്ള എയർ വന്നിട്ട് അത് നാശമാവില്ല. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഒരു ഡ്രോപ്ലെറ്റിൻ്റെ ഷേപ്പിലൊക്കെയാണ് വരേണ്ടത്. പക്ഷെ എൻ്റെ അങ്ങനെയൊന്നും വന്നില്ല, കാരണം ഡ്രൈ ആയിപ്പോയി, കുറച്ചധികം ഡ്രൈ ആയിപ്പോയി. കുക്ക് ചെയ്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. പിന്നെ നമ്മളിതുപോലെ എയർ ടൈറ്റായിട്ട് വെക്കാനായിട്ട് ഒരു ക്ലിങ് ഫിലിമിൽ കവർ ചെയ്തിട്ടാണ് ആദ്യം കവർ ചെയ്തു, എന്നിട്ട് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചു. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ലെഫ്റ്റ് ഓവറായിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ മിനി ഹാർട്ട്സൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കുക. ഞാൻ ഇനിയും ശരിക്കും ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോയും കൂടിയും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.